പിന്നെ ഈ നടൻ മമ്മൂട്ടി എങ്ങനെ ഇത്ര സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്നത്? കല്യാണം കഴിഞ്ഞതോടെ അഭിനയം നിർത്തിയോ? മനുഷ്യന് സമാധാനമായിട്ടൊന്ന് എക്സസൈസ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാ ഞാൻ പോണം. പച്ചപ്പാനായി വന്നവനാ, ഇപ്പൊ വാച്ച്മാന്റെ ജോലിയായി. രൂപ 5 ലക്ഷം മുടക്കിയിട്ടാ തലയിൽ മുടിയായിട്ടിരിക്കുന്നത്. ഇത് ചേച്ചിയുടെ മുടിയല്ല. എന്നും ഈ സാമ്പാർ കൂട്ടി ഊണ് കഴിക്കാൻ താല്പര്യം ഉണ്ടാവോ? അച്ഛൻ പ്രൊഫസറാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? 4 ലക്ഷം പഠിപ്പിക്കണമെങ്കിൽ ഞാൻ വേണം. അച്ചോ, ഇങ്ങനെയുള്ള ആളുകളെ പ്രൊഫസർ ആണെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കരുത്. ഏതൊരു ഭാര്യയ്ക്കും ഭർത്താവിന്റെ കണ്ണ് നനഞ്ഞു കാണുന്നത് ഒരു സന്തോഷമായി. പ്രൊഫസർ കല്ലിൽ ഇത് പാരയുടെ കാലം. പ്രൊഫസർ ജീൻസും ടീഷർട്ട് ഇട്ടാണോ കോളേജിൽ പോകുന്നത്? താൻ എന്നു മുതലാണ് ഉച്ച പ്രൊഫസറായ? സാറിനൊക്കെ വല്ല ബാറിലും പോയിക്കൂടെ? പ്രൊഫസർ ആകുമ്പോ ആരും സംശയിക്കില്ല. കോഴിയല്ല, ഈ കാര്യത്തിലെയാണ് ഒട്ടകപക്ഷിയാ, ഒട്ടകപക്ഷി. ഈ പൗഡറുകളെല്ലാം തീർന്ന പിന്നെ ഞാൻ എന്റെ മസിൽസിന് എന്ത് ചെയ്യും? സാറിന്റെ ഭാര്യയെ ഞാൻ ഫോളോ ചെയ്യണോ? ചോദ്യം ഡ്രിബിളിങ് അത്രയ്ക്ക് പോരാ. എന്റെ പാൻറിന്റെ പോക്കറ്റില്ല. ഞാൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. ഞാൻ പറഞ്ഞ 6 പാക്കിന്റെ കാര്യം എപ്പോ നടത്താൻ പറ്റും? അതിന് അവളൊരു തുടർക്കഥ തുടരരുത്, അവസാനിക്കും. കാർത്തിക എന്തിനും കടുങ്കൈ കാണിച്ച എല്ലാം നിങ്ങളുടെ തലയിലിരിക്കും. ഇതെങ്ങാനും അറിഞ്ഞാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണോ അതോ നിങ്ങൾ ഈ മുറി വിട്ട് പുറത്തു പോന്നോ? എനിക്ക് എന്റെ കുടുംബജീവിതം വലുത്. നിങ്ങളായിട്ട് അത് നശിപ്പിക്കരുത്. അവളും അവളുടെ തള്ളയും സീരിയലും കുറെ മറ്റവന്മാരും. നിങ്ങൾക്കൊരിക്കലും ഒരു നല്ല ഭർത്താവാകാൻ പറ്റില്ല. ഒരു ബോട്ടിൽ അമൃതാഞ്ജനം. പിള്ളേർക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടാൻ സിനിമ കണ്ടാ മതിയല്ലോ.